മഹാഭാരത യുദ്ധത്തിൽ പിന്നെ അർജുനൻ പാശുപതാസ്ത്രത്തെ വേണ്ടി തപസ് ചെയ്തിരുന്നു മഹാദേവന്. അങ്ങനെ മഹാദേവൻ പൊട്ടിട്ടപ്പെടാൻ വേണ്ടിയിട്ട് നോക്കി. അപ്പം ഒരുപാട് കഷ്ടപ്പെട്ടു അവർ. ആ കഷ്ടപ്പെട്ട സമയത്ത് പാർവതി പറഞ്ഞു കൊടുക്കുന്നു ശിവനോട്, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നു, നമുക്ക് പോയിട്ട് ആ പാശുപതാസ്ത്രം കൊടുക്കാം. ഇല്ല, ഓന് കുറച്ചും കൂടി അഹങ്കാരമുണ്ട്. ആ അഹങ്കാരത്തെ തീർക്കാൻ വേണ്ടിയിട്ട് വേടരൂപമായിട്ട് വന്നു. അതാണ് ഈ വേടൻ. ഒന്നും കുറയാതെ നിറനാഴിക രണ്ടും വെക്ക, കറുക്ക വെളുക്ക നീർത്തി വെക്ക, നീർകൂട്ടി വെക്ക, പാത്രത്തിൽ മുരിച്ച് കൂട്ടി വെക്ക വേടനാർക്ക്. അപ്പോൾ ആ വേടരൂപമായിട്ട് വരുന്ന സമയത്ത് പറഞ്ഞാൽ പാർവതി ഒപ്പരം വന്നു. അതാണ് ആടി വേടൻ. രണ്ടാളും കൂടി വന്നു. ഇവരുമായിട്ട് യുദ്ധം വേണം. ആ യുദ്ധം വേണ്ടുന്ന സമയത്ത് പറഞ്ഞാൽ ഒരു മൂകാസുരൻ എന്ന് പറഞ്ഞ ഒരു അസുരനാണ് ഒരു മുനി ശാപത്തിൽ ഒരു പന്നിയായിട്ട് മാറ്റി. അപ്പം ആ പന്നിക്കും ശാപമോട്ടത്തെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളത് കൂടിയാണ് ഇതിൻ്റെ കഥ. അപ്പം ഈ മൂകാസുരൻ ഈ പന്നിയുടെ വേഷത്തിൽ വരുന്ന സമയത്ത് ഈ വേടനായി വന്ന മഹാദേവൻ അസ്ത്രം അയക്കും. അപ്പം അസ്ത്രം അയച്ചതുകൊണ്ട് അത് ചോരച്ചമട്ട് കണ്ടുടഞ്ഞെന്ന് പെരുവേടൻ ചോദിച്ചത് പന്നി കിരാതനും കിരീടിയോടായി. അതായത് കിരീടി എന്ന് പറഞ്ഞാൽ അർജുനൻ. വേടൻ അതായത് അസ്ത്രം അയച്ചു. എന്നിട്ട് അർജുനന്റെ കാക്കിലേക്ക് വന്നു. അർജുനന്റെ കാക്കിലേക്ക് വന്ന സമയത്ത് എന്നെ രക്ഷിക്കണം എന്ന് പറയും. അപ്പം വേടനെ കണ്ടേനെ അർജുനൻ അങ്ങോട്ടേക്ക് അസ്ത്രയേക്കാണ്. അപ്പോൾ രണ്ടാളും കൂടി യുദ്ധമായിട്ട് പറഞ്ഞ് പിന്നെ അർജുനന് ഈ തപസ് ഇരിക്കുന്നതാണല്ലോ. അപ്പോൾ അവൻ്റെ കോപം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പല കഥകളും പറയും. നീ കണ്ണ് മടച്ചുകൊണ്ടിരിക്കുന്നു മുനിയെപ്പോലെ, കരുണ നിനക്കില്ല, കരക്കണ്ടർ പുരാണം, കടുപ്പം കുടുവാക്ക് കിരാതൻ എന്നത് കേട്ടു. എന്നിട്ടാണ് ജ്വലിക്കുന്നത് അതായത് അർജുനൻ. എന്നാൽ അർജുനൻ അസ്ത്രയേക്കുന്നത് അങ്ങോട്ട്. അന്താർ വിളക്കിലോ ദീപകരകതിരകത്തിക്ക, ഒന്നും കുറയാതെ നിറനാഴിക രണ്ടും വെക്ക, കറുക്ക വെളുക്ക നീർത്തി വെക്ക, നീർകൂട്ടി വെക്ക, പാത്രത്തിൽ കുരിച്ച് കൂട്ടി വെക്ക വേടനാർക്ക്. എന്റെ വേടനോ കളിച്ചോടി വരുന്ന നേരം മൂട് നല്ലൊരു മണിമൂറാമെടുത്ത് വെക്ക, മൂട്ടിൽ പൊങ്ങേരാമോ നെല്ലിടുക കൊമ്പക്കിടങ്ങനായി കുളിപ്പിച്ചിട്ട് അപ്പം വേടൻ്റെ ശരീരം അങ്ങനെ മുറിഞ്ഞു വീഴുന്നു. ശിവൻ്റെ ശരീരം ഇങ്ങനെ ചോര ഇങ്ങനെ വരുന്ന കണ്ടിട്ട് പാർവതി ശപിക്കുന്നു. മുണിയകരത്തിൽ ശരമിന്ത് മുടിഞ്ഞു പോകാതെ കൊടുത്ത് വരുന്ന പൂവമ്പായി വരിക വേണം, കണ്ട് കരക്കണ്ടു ഉമയാളും കുസുമാവാണം, കഷ്ടം കരത്തെങ്കിൽ കണയില്ലാതെ. അപ്പം പാർവതി ശപിച്ചപ്പം അർജുനൻ അയക്കുന്നതെല്ലാം പൂവായിട്ട് വരുന്നു. അപ്പം പിന്നെ അർജുനന് ഇല്ല, പിന്നെ അസ്ത്രമില്ലാണ്ടായി. അസ്ത്രമില്ലാതായ സമയത്ത് മുഷ്കോടടിച്ചു വില്ലിനെ കൊണ്ട് മുടി വേടന്മേൽ, മുഷ്കുള്ളടി ഗംഗ പിടിച്ചു. അതായത് മുഷ്കോടടിച്ചു തലക്ക് വില്ലിനെ കൊണ്ട് അടിച്ചപ്പം ഗംഗ ശിവന്റെ തലയിൽ ഇരിക്കുന്ന ഗംഗ പിടിച്ചു വില്ലിനെ. അന്നേരം ആ അടി കൊണ്ടപ്പോഴേ വിശ്വരൂപം കണ്ടു, ശിവന്റെ തനി രൂപങ്ങൾ കണ്ടു. ഉണർന്നു പാർത്ത് അയ്യോ ശിവനെ ശങ്കരാ വിഷ്ണു പിരിഞ്ചാപ്പോട്ട് അത് ശിവനെ കൊണ്ട് മാപ്പ് പറയുന്നു. അപ്പോൾ കൂടി വിളങ്ങുന്ന പാർവതിനെയും കാണുന്നു. അങ്ങനെ ആടത് പറഞ്ഞു കൊടുക്കുന്നു. ഇതിൻ്റെ തത്വോപദേശം തെച്ചും പറഞ്ഞു കൊടുക്കുന്നു. പാശുപദം നൽകി അനുജ്ഞയും കൊടുത്തു വേടൻ. പാരം തെളിഞ്ഞ് പാർത്തന നാട് പോകും. ആ വേടനാണ് നമ്മൾ ഇന്നിപ്പം കർക്കിടക മാസത്തിൽ ഇങ്ങനെ ഓരോ വീടുകളിൽ പോയിട്ട് ആഴയിൽ ശനിദോഷത്തെ എല്ലാം മാറ്റുന്നത്. കരികലൊക്കെ ഇട്ട് എൻ്റെ തിരി വെക്കുന്നില്ലേ, അത് ഉള്ളിൽ നിന്ന് ജേട്ടയെ പുറത്തേക്ക് കളിക്കുന്നതാണ്. പലാർജനത്തിനെ കുളിപ്പിച്ചിട്ട് ബാലപ്പലകയും വടിച്ചൂടൻ വെളുത്ത് വെക്ക, അന്താർ വിളക്കിലോ ദീപകരകതിരകത്തിക്ക, ഒന്നും കുറയാതെ നിറനാഴിക രണ്ടും വെക്ക, കറുക്ക വെളുക്ക നീർത്തി വെക്ക, നീർകൂട്ടി വെക്ക, പാത്രത്തിൽ കുരുത്തി കൂട്ടി വെക്ക വേടനാർക്ക്. ചോരച്ചുമട് കണ്ടുടഞ്ചെന്നു പേര് വേടന്ത ചോദിച്ചത് പന്നി കിരാതനും കിരീടിയോടെ, ബന്ധം നിനക്കെന്തൻ മെരുകത്തെ അടക്കി വെപ്പാൻ വഞ്ചിക്കണമെന്ന് മണക്കാമെന്നിരിപ്പിച്ചു. മാംസം ഭുജിപ്പാനും കൊതിപാരം നിനക്കുണ്ടെങ്കിൽ മാനമോടെ പന്നി മന്നവന്മാർ ഒളി ചെയ്യണം.